ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പോകാൻ പോകുന്നത് ഒരു സാധനം പറക്കാനാണേ. ബാ അമ്മ, എവിടെ പോവാ അമ്മ? നമ്മള് അമ്പഴങ്ങയോ? അതെന്തോ ആനവായിൽ അമ്പഴങ്ങാന്ന് കേട്ടിട്ട്. ആ, കുരു. അതെന്ത് കുരുവാ? അയ്യോ, ഇങ്ങോട്ട് നോക്കി പറ, സാറിനെ കാണുന്നില്ല. ഹായ്സോ? അതെന്തോ ഹായ്സ്? പറ. അമ്പഴങ്ങ പറക്കാൻ പോവാണ്. അത് ഉപ്പിലിടാം, അച്ചാറിടാം, പിന്നെ അങ്ങനെ പല 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 എന്തുവാന്ന് പറയണം. പിന്നെ ഇതിന്റെ തൊലി എടുത്ത് ആയുർവേദ മരുന്നാണ്. ആ തൊലി കൊണ്ട് നമുക്ക് ഏതിന്റെ തൊലി? അമ്പഴത്തിന്റെ തൊലി ചെത്തി എടുത്ത് ലേഹ്യം ഉണ്ടാക്കും. ഇത്ര ഉള്ളോ? ഞാൻ അമ്പഴങ്ങ പറക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ വരൂ കോഴികളെ, നമുക്ക് അമ്പഴങ്ങ പറക്കാൻ പോവാം. ബാ, വരൂ വരൂ. അമ്മ, ഈ മേളിലാമേ അമ്പഴം. ഈ അമ്മയുടെ കൂടെ ഒന്നും നടക്കത്തില്ല കേട്ടോ ഗൈസ്. ഇതിങ്ങനാണ്. ഇത് റേഡിയോയാണ്. റേഡിയോ വത്സല. കാന്താരി മുളക് ഇട്ടാണ് അമ്പഴങ്ങ ഞങ്ങൾ ഉപ്പിലിടുന്നത്. കാന്താരി കണ്ടോ? കണ്ടോ? 1 കിലോയ്ക്ക് 500 രൂപയാണ് കാന്താരിക്ക്. ഞങ്ങൾ ഇനി ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുവാണ്. എല്ലാ സാധനം കൊടുക്കുന്ന ഒരു കാന്താരി. കാന്താരി ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ചുമ്മാ അങ്ങ് കൊല്ലം മറിഞ്ഞ് നടക്കണം. മെല്ലെല്ലാം ഉണ്ട് കേട്ടോ. അമ്പലത്തിന്റെ മരം ഉണ്ട്, അതാണ് കേട്ടോ. കണ്ടോ ആ മരം കണ്ടോ? അതാണ് അമ്പലത്തിന്റെ മരം. വലിയ മരമാ. പക്ഷെ ഇപ്പം സാധാരണ ബഡൊക്കെ കാണും അല്ലേ മേ? കാണിക്ക്, പച്ച കാണിക്കിട്ട്. ഇത് പച്ച കൊണ്ട് പഴുത്തത് കൊണ്ട് ഇതാണ് അമ്പഴങ്ങ. എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു സാധനമായത്. പഴയ ആൾക്കാർ ഒരുപാട്. ഇതിനൊരു പ്രത്യേക മണമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇഷ്ടമല്ല ഉണ്ട്. കണ്ടോ കണ്ടോ? ഇതുപോലെ നമുക്കും പറക്കാം. ഇതെന്തുവാന്നറിയാവോ? അമ്മയുടെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ എല്ലാം കൊണ്ടുപോയി. അമ്മമാരെല്ലാം കൊണ്ട് ഉപ്പിലിട്ടു അച്ചാറിട്ട് എല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് കുറച്ച് ഉപ്പിലിടാമേ. അച്ചാറ് കിട്ടുക. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ കിടക്കുമോ ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. ഇവിടെ നല്ല മണമാണ് ഇത് കേട്ടോ. ഇത് കണ്ടോ? ഇത് കണ്ടോ? വേണ്ടമ്മേ, ദേ 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 അമ്മ കണ്ട് ഒരു ബക്കറ്റ് എടുത്തോണ്ടോ? വേണ്ടമ്മേ, ദേ. ഇത് ഭയങ്കര ഔഷധ ഗുണമാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഈ സാധനം കഴിക്കുന്നത്. കയ്പാ, ഭയങ്കര കയ്പാ. കയ്പുള്ളതിന് ആണ് ഗുണമെന്ന് കേട്ടിട്ടില്ലേ? പാവയ്ക്കായ്ക്ക് ഗുണമെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അമ്മ ചറഞ്ചം പറക്കിക്കൊണ്ടിരിക്കുകയാണ്. നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പച്ചയൊന്നും പച്ചൊന്നുമില്ല. ഇത് ചുമ്മാ ഇങ്ങനെ കുരങ്ങന്മാരൊക്കെ മണ്ടേ കയറിയിട്ടേ ചുമ്മാ പറിച്ച് താഴോട്ട് ഇടുക. അതാണ് നമ്മൾ ഈ പറക്കിയെടുക്കുന്നത്. പിന്നെ അല്ലാതെ കാറ്റടിച്ചും കുറെ താഴെ വീഴും കേട്ടോ. അമ്മ ഇപ്പൊ കുറേ പറക്കി. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അരി പൊരിയും പോലെ പറക്കി എടുക്കാൻ ഇച്ചിരി ടാസ്ക് ആണ് കേട്ടോ. പക്ഷെ ഗുണമാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ചുമ്മാ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് തരാം. ഇവിടെ ഇപ്പം തൊഴിലുറപ്പിന്റെ പണി കഴിഞ്ഞു. ബെറുങ്കായ ഉണ്ട് കേട്ടോ കൂട്ടത്തില്. അമ്പഴങ്ങയാന്ന് പറയരുത്. പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ബഡൊക്കെ കിട്ടും. ഈടിപ്പുറത്തൂടെ കേറുവാണ് കേട്ടോ. മല വലിഞ്ഞ് കേറി ശരിക്ക് ക്യാമറമാൻ കൊള്ളത്തില്ല ഗൈസ്. ക്യാമറമാൻ എന്നെ വടിവെട്ടി അടിക്കും. നമ്മുടെ മുഖം എങ്ങനെ നീല കാണിച്ച്. ചോര വരുന്നുണ്ടോ? അമ്മേ, ചോര വരുന്നു. ഇനിയാണ് ഗൈസ്. ഇവിടെ വന്നൊന്ന് നോക്കിയാട്ടാ കിടക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതാണ് നല്ലൊരു മണമാണ് കേട്ടോ. ഭയങ്കര മണോ. കിലോമീറ്റർ പോയാൽ നമുക്കിത് ഉപ്പിലിട്ട് അച്ചാറിടാമോ? അതിന് പഴുത്ത വീട് പഴുക്കട്ടെ. പഴുക്കുമ്പോഴാണ് ഇത് പഴുത്തല്ലേ? നേരത്തെ കിലോമീറ്റർ ദൂരെ പോയാൽ ഇത് പറക്കാൻ ഞങ്ങൾ. ആണോ? അമ്മയുടെയൊക്കെ കുട്ടിക്കാലത്ത് 22 പോവായിരുന്നു പറക്കാൻ. 22ാം ബ്ലോക്ക്. നമ്മളിതെല്ലാം ഇങ്ങനെ പറക്കി ഇട് കുട്ടി. ഇനി ഇഷ്ടം പോലെ പറക്കാനുണ്ടോ? ഇതിന്റെ കഷ്ടപ്പാടുണ്ടല്ലോ. പറക്കിയാൽ മാത്രം പെണ്ണുങ്ങൾ പറക്കൊണ്ട് പോയത് ഒത്തിരി ഉണ്ട്. ഒരു പ്രത്യേക ഒരു നൊസ്റ്റാൾജിക് മണമാണ്.
വന്ന് ചോട്ടി എന്നുള്ള വീഡിയോ നിങ്ങൾ എടുക്കണം, ഈ ക്യാമറമാൻ. അതാണ് ക്യാമറമാൻ്റെ ജോലി. ഇങ്ങനെ ഞങ്ങൾ ഓരോന്ന് പറക്കി കൈ വെക്കുന്നതും ഈ കയ്യിൽ തന്നെ ഇങ്ങനെ പിടിക്കുന്നതും കണ്ടോ കണ്ടോ, ഇങ്ങനെ പിടിക്കുന്നതും ഒക്കെയാണ് അതിൻ്റെ ഒരു സൂപ്പർ. ഇത് കണ്ടോ, ഇപ്പോൾ ഇത്രയായി. ഇത് കണ്ടോ കണ്ടോ, അവിടെ വെക്കടോ. കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറക്കി പടുത്തു. അയ്യോ അയ്യോ അയ്യോ, അമ്മ പറന്നു പറക്കുവോ? കാന്താരി ഇവിടെ എല്ലാം ഇഷ്ടം പോലെ നിൽക്കും കേട്ടോ. കൊല്ലയുടെയൊക്കെ വീഡിയോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ. ഇത് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇപ്പം ഇല്ല, ഞങ്ങൾക്ക് പശു ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പശുക്കൂടാണിത്. ഞങ്ങളുടെ വീട് കൊണ്ടതാ. ഇത് ഞങ്ങളുടെ പശുക്കൂടാണേ. ഇവിടെ പശു ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുന്ന് ചാണകം ഒഴുകി വന്ന് ഈ ബയോഗ്യാസ് വീഴും. ഇതാണ് ഗ്യാസ് നിറയുന്ന ആ കുഴി. അവിടെ വേസ്റ്റൊക്കെ പുറത്തോട്ട് പോകുന്ന സ്ഥലമായിരുന്നു അത്. അങ്ങനെ 3 തട്ടാണ്. ഇത് കോൺക്രീറ്റഡ് ആണ് കേട്ടോ. പിന്നെ എന്ത് വേസ്റ്റ് വേണേലും ഇടാം. ഇവിടുന്ന് ഗ്യാസ് നമുക്ക് അങ്ങോട്ട് കിട്ടുമായിരുന്നു. ഒരു സ്റ്റൗവിലുള്ള കത്തിക്കാനുള്ള ഗ്യാസ് കിട്ടുമായിരുന്നു പശു ഉണ്ടായിരുന്ന സമയത്ത് കേട്ടോ. ഇപ്പോൾ പശുവൊന്നുമില്ല. ഇവിടെ ഇഷ്ടം പോലെ കിടക്കുക. ഇതാണ് അമ്പലത്തിൻ്റെ മരം കേട്ടോ. അത് നിറച്ചും വെറ്റക്കൊടിയാണ്. അയ്യോ, വെറ്റക്കൊടിയല്ല, മറ്റേ നമ്മുടെ കുരുമുളക് കൊടി. കാച്ചിലും ഉണ്ട്. ഞങ്ങൾക്കൊരു വിരുന്നുകാരനുണ്ടായിരുന്നു കേട്ടോ. ആ വിരുന്നുകാരനാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ വിരുന്നുകാരൻ ഹായ്. ഇതാണ്ട് കാന്താരി ഉണ്ട്, ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. ഇതുണ്ടോ ഗൈസ്, കാന്താരി ഉണ്ടോ? ഇതുണ്ടോ കാന്താരി എന്ന് പറഞ്ഞാൽ? ഇത് എന്തുവാ ഇത്? കൊല്ലം മറിഞ്ഞു നോക്ക്, ചുവന്നങ്ങ് തൊടുത്ത് നിൽക്കുന്നുണ്ടോ? ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. മൊത്തം പറിച്ച് വിളഞ്ഞ് പഴുത്തു. കണ്ടോ കണ്ടോ, ഇതാണ് മോനെ കാന്താരി. കാന്താരി എന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാണ് ആ പഴുത്ത് നിൽക്കുന്ന കാന്താരി. കണ്ടോ, അയ്യോ നല്ല എരിവുള്ള കാന്താരി കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ 2 ട്രിപ്പ് ഇപ്പോൾ പറിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ടുണ്ടായി പറിക്കാതെ നിന്ന് പഴുത്തതാണ്, വിളഞ്ഞ് പഴുത്തതാണ്. ഇനി ഇതിപ്പോൾ കുറേ താഴെ വീണ് കിടക്കുന്നുണ്ടോ. ഇതുപോലെ ഉണങ്ങി താഴെ വീണ് കിടക്കും കുറേയൊക്കെ. അപ്പോൾ ഈ ഒരു കാന്താരി പോലും കിട്ടാത്ത ഇഷ്ടം പോലെ ആൾക്കാരിപ്പോൾ ഉണ്ട്. ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആലോചിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കുന്നു ഗൈസ്. ഇഞ്ചി കൃഷിയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇഞ്ചിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം മുളകുണ്ട്. പിന്നെ ഞങ്ങളുടെ കരിവേപ്പില ഉണ്ടോ, കറിവേപ്പില കണ്ടോ. ഇതെല്ലാം നമ്മുടെ വസ്തുവാണ് കേട്ടോ. ഇവിടെ എല്ലാം തൊഴിലുറപ്പുകാർ ഇപ്പം പണി ചെയ്ത് കാടൊക്കെ എടുത്തേക്കുക. ഇഞ്ചി കൃഷി ഉണ്ടോ, ഞങ്ങളുടെ ഇഞ്ചി കൃഷി. നാടൻ ഇഞ്ചി കുറച്ചേ ഉള്ളൂ കേട്ടോ, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി. പപ്പ ഇത് കെട്ടി വെച്ചേക്കുക. കവാടം തുറന്നിട്ടുണ്ട് കേട്ടോ. ഈ കവാടം കൂടി ഒന്ന് തുറന്നാൽ ഞാൻ മതിൽ ചാടായിരുന്നു. അങ്ങനെ ഞാൻ മതിൽ ചാടി ഒരു അമ്പഴം താണ്ട് അവിടെ കിടക്കുന്നുണ്ടോ. ആ വരിക വേണ്ട. ഇഞ്ചിക്കകത്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് കച്ചോലം എന്നൊക്കെ നമ്മൾ പറയുന്നത്. എൻ്റെ ഇത് കണ്ടോ, ഇതാണ് കച്ചോലം. ഇഞ്ചി കുറേ ഉണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി ഉണ്ട് ഇവിടെ കേട്ടോ. പിന്നെ പച്ചമുളകൊക്കെ വേണ്ട ഇഷ്ടംപോലെ പഴുത്ത് കിടക്കുക കേട്ടോ. പച്ചമുളകില്ലേ, പഴുത്ത മുളക്. പച്ചമുളക് വേണോമേ? ഇപ്പോൾ പറിക്കണ്ട, കാന്താരി അല്ല ഇത് കേട്ടോ. ഇത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളക്. പിന്നെ ഇവിടുന്ന് കിട്ടിയ അമ്പഴങ്ങ. ഇവിടെ എല്ലാം കണ്ടോ, ഇതിനകത്തെല്ലാം അമ്പഴങ്ങ കിടക്കുന്നുണ്ടോ. വേണ്ട കണ്ടോ, ഇവിടെ കയറിയപ്പോൾ തന്നെ എനിക്ക് 5-6 എണ്ണം കിട്ടി. നല്ല പഴുത്തതായത്. ഇതാണ് അമ്പഴങ്ങ. ഇഷ്ടം പോലെ ഉണ്ട്. അമ്മ കണ്ട് പറക്കി. ആ, നമ്മുടെ വെള്ളം വീഴുന്നിടത്തല്ലേ. ചിലതൊക്കെ നല്ലതായിട്ട് പഴുത്തഴുകി അങ്ങ് പോയി. പിന്നെ നമ്മളത് ഉപേക്ഷിക്കുന്നതിന് കാരണമുണ്ട്. നമുക്ക് വേറെ ഇഷ്ടംപോലെ നല്ലത് ഇവിടെ ഉണ്ട്. വേണ്ട കച്ചോലം കിടക്കുന്നുണ്ടോ. അതെ, കെമിക്കലൊന്നും ഇല്ലാത്ത. ഇതാണ് ആ മരം കേട്ടോ. ഇതാണ് ആ മരം. ഇഞ്ചിയാണ്, ഇഞ്ചി. മരുന്നാണെന്ന്. അമ്പഴത്തിൻ്റെ തൊലി മരുന്നാണ്. ഇതിപ്പോൾ എൻ്റെ കൈ കൊള്ളാത്ത അത്രയായി കണ്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ കണ്ടോ ഇത്രയായി. എൻ്റെ കൈ കൊള്ളാത്ത അത്രയായി. അയ്യോ, ഊർന്നു പോന്നു. ഇനിയിപ്പോൾ ഉടുപ്പിനകത്തേ പറക്കേണ്ട വരും. ഇത് പിടിച്ചേ. വീഡിയോ റണ്ണിങ് ആണ്.
അതിലൊന്നും പറക്കിയിടണ്ട. ബക്കറ്റ് വന്നു. ഇതാണ്ട് ഗൈസ്, ഇത്ര അമ്പഴങ്ങയാണ് നമ്മൾ പറക്കിയെടുത്തത്. ഇനിയും കിടപ്പുണ്ട് കേട്ടോ, പറക്കാൻ വേണ്ടി ഇനി ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഞാൻ വാരി കാണിക്കാം.